ഹലോ ഗൈസ്, എല്ലാവർക്കും മിറാക്കിൾ ഹലോ ഗൈസ്, എല്ലാവർക്കും മിറാക്കിൾ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സൗദി അറേബ്യയുടെ നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് എടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. എടാ ആരെങ്കിലും ക്യാമറ ഒന്ന് പിടിച്ചതാ? ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനിയും എൻ്റെ മുഖം കാണിക്കാതെ നിങ്ങളെ ഇനിയും നമ്മുടെ സൗദി അറേബ്യയുടെ മുഖം കാണിച്ചു തരാം. അപ്പം ഇത് ഏതിലാണ് കിടക്കുന്നത്? ഇതാണ് സൗദി അറേബ്യയിലെ സ്ഥലം. ഇതാണ് സൗദി അറേബ്യയുടെ നൈറ്റ് ലൈഫ്. നമ്മുടെ നാട്ടിൽ എറണാകുളത്തൂടെ പോകുമ്പോൾ എന്തൊക്കെയാ സൈഡിൽ ബജ്ജിക്കട, തട്ടുകട, താഴത്തെ സൈഡിൽ പാലത്തിൻ്റെ അടിയിൽ കുണ്ടന്മാർ. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ മൊത്തവും ശൂന്യത. തട്ടുകടയില്ല, ഒരു കടയില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ സിഗ്നലിൻ്റെ മേളിൽ ഒരു ക്യാമറ ഇരിപ്പുണ്ടാവും. അതുകൊണ്ട് നമ്മൾ സിഗ്നൽ വരുമ്പോൾ ഇങ്ങനെ ക്യാമറ കറക്റ്റ് അടിച്ചു തോന്നുന്നു കേട്ടോ. ഐശ്വര്യമുള്ള ഏതോ ഒരുത്തൻ, അവന് കൈ കൊടുക്കണം, പ്രൊമോഷൻ കിട്ടി. ഈ കുറ്റി ഉണ്ടോ, ഇതൊരു ക്യാമറയാണ് ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി നിർത്തിയിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ അവർ നമ്മളെ ഫോട്ടോ എടുക്കും. ഭയങ്കര ரொம்ப എക്സ്പെൻസീവ് ആണ് ആ ഫോട്ടോയ്ക്ക്. ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രിൻ്റ് എടുക്കാനുള്ള ഒരു കട കണ്ടുപിടിക്കണം. ഡെയിലി വ്ളോഗാണ് ഇതേ. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഡെയിലി പ്രിന്റ് എടുക്കല്ല, ഡെയിലി പ്രിന്റ് എടുക്കുന്നില്ല. ഇന്ന് അത്യാവശ്യമായിട്ട് പ്രിന്റ് എടുക്കേണ്ടി വന്നു. ഇതാണോ ക്യാമറ കാണിച്ചു കൊടുത്തടാ? എന്താ ക്യാമറ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ സ്റ്റേഷനറി കട, പ്രിന്റ് എടുക്കുന്ന കട. പ്രിന്റ് എടുത്തിട്ടാ? ഓക്കെ ഗൈസ്, അപ്പോൾ അപ്പം പ്രിന്റ് എടുക്കാൻ പോകുന്ന ടോണിക്ക് എല്ലാവിധ ആശംസ. ഓക്കെ, ചെല്ല് പോയി എടുത്തിട്ടാ. ഇങ്ങനെയാണെങ്കിൽ പരീക്ഷ ഗൈസ് കഷ്ടപ്പാടുകൾ കണ്ടോ ഗൈസ്? ഇതും പൊക്കി പിടിച്ചിട്ട് വന്നേക്കുന്നത്. വെട്ടം പിണ്ണാക്കൊന്നും ഇല്ല, വണ്ടിക്ക് ഒത്തെടുത്തന്നെ കാണത്തില്ല. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. കുറച്ച് പ്രിന്റ് എടുക്കണം, ഇവന്റെ സൗദിയെ കാണണം, പിന്നെ നമുക്ക് ഇന്ന് ഏറ്റവും മെയിൻ ആയിട്ട് ഒരു സാധനം ഉണ്ട്, പർച്ചേസ് ചെയ്യണം. പച്ചക്കറി മേടിക്കണം. പർച്ചേസ് പലചരക്ക് കടയിൽ പോകണം, അത്ര കാര്യമല്ലേ ഉള്ളൂ. ഇല്ല ഗൈസ്, ഞങ്ങളിന്ന് പോവാം. പെട്രോളിൽ ലൈറ്റ് എത്തി കേട്ടോ. പെട്രോൾ അടിക്കണം, വണ്ടിക്കുള്ള ഇന്ധനം അടിക്കാനുള്ള സമയമായി ഗൈസ്. ഇനി നമ്മൾ പുറകോട്ട് അന്ത സൈഡ് തെണ്ടും, പൈസ മേടിക്കും, വണ്ടിക്ക് ഇന്ധനം അടിക്കും. ഓക്കെ, നീ അങ്ങോട്ടാണ് പോകണ്ടേ? റൈറ്റ്. അപ്പം നീ സൗദി അറേബ്യയുടെ ഫുഡ് കാണിച്ചു കൊടുക്കടാ. അങ്ങോട്ട് കാണിക്കണ്ടോ? ഇവിടെ തട്ടുകട ഇരിക്കുന്നുണ്ടോ? തട്ടി വെച്ചേക്കുന്നുണ്ടോ? കടകളുടെ പേര് കാണിച്ചോളൂ. സബ്വേ തൊട്ട് മെഡി വരെ ചുമ്മാ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ഒന്നൊന്നര അടിപൊളി പരിപാടി എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താ ഒരു കോമ്പറ്റീഷൻ ഫീല് പോലും ഇല്ല. അത്രയും കട. നേരെ ഫ്രണ്ടിൽ ലബൂബ് ഇല്ലല്ലോ, ലെബാൻ. അതിന്റെ അപ്പുറത്ത് ഇതൊക്കെ പുതിയ കട. പെട്രോൾ അടിക്കട്ടെ? അറ്റ്നോക്കിലല്ലേ? അപ്പൊ നമ്മൾ അറ്റ്നോക്കിലാണ് സാധാരണ ഈ വണ്ടിക്ക് പെട്രോൾ അടിക്കാറ്. വേറെ ഒന്നും കൊണ്ടല്ല. 95, 91 ഉണ്ട് നമ്മുടെ വണ്ടിയിൽ അടിച്ചേ ഇവിടെ പെട്രോള്. അപ്പോൾ നമ്മൾ 95 ആണ് ഇതിന് അടിക്കുന്നത്. 91 അടിച്ചു കഴിഞ്ഞാൽ വണ്ടി സമ്മതിക്കില്ല ഓടാൻ വേണ്ടി. പറഞ്ഞുകൊണ്ടേയിരിക്കും ലോ ഫ്യൂൽ എഫിഷ്യൻസി. അപ്പോൾ നമ്മൾ 95-ന് ഫുൾ ടാങ്ക് അടിക്കാൻ പോകുന്നു ഗൈസ്. നമ്മൾ 95 അടിക്കാൻ പോവാണ് ഗൈസ്. ആള് വരുന്നുണ്ട്. അവളോട് പറയടാ ഫുൾ ടാങ്ക് എന്ന് പറയാം. കണ്ടോ, ഹംസ സീസൺ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഫുൾ ടാങ്ക് 20 രൂപ എണ്ണ അടിക്കുന്നത്. BMW ഉണ്ടോടാ? നമ്മുടെ നാട്ടിൽ 710 രൂപ കൊടുത്ത് 710 കോടി രൂപ മുടക്കി സർക്കാർ ഉണ്ടാക്കി വെച്ച കിളിക്കൂടല്ല ഇതൊക്കെ. വർക്കിങ്ങാ. ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ അപ്പം വരും സ്പോട്ടിൽ സാധനം. ഇതുണ്ടോ, ഒരു ക്യാമറ കഴിഞ്ഞു, അടുത്ത ക്യാമറ ഒന്ന് മാറിക്കടാ. ആ ഒരു ക്യാമറ കഴിഞ്ഞിട്ട് ഇപ്പൊ കൂടിപ്പോയ ഒരു 5 മീറ്റർ 50 മീറ്റർ അല്ലേ കാണത്തുള്ളൂ. 100 മീറ്റർ കൂട്ടിയോ? 100 മീറ്റർ ആയപ്പോഴത്തേക്കാണ് അടുത്ത ക്യാമറ. ഇതിൽ അടുത്ത ക്യാമറ ഇരിക്കുന്നു. ഇതിൽ നിന്ന് കണ്ട് ഇവിടെ വരെ അടുത്ത ക്യാമറ ഇരിക്കുന്നു. ഇതുണ്ടോ, ഇവിടുന്ന് അടുത്ത ആ സിഗ്നലിലും ഈ സെയിം ക്യാമറ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ നിയമം ഗൈസ്. നമുക്ക് കൈ കൊണ്ട് ഫോൺ തൊടാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും സൈഡിൽ ഇതേപോലത്തെ ഒരു സാധനത്തിൽ നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കണം, ഫോൺ പിടിക്കാൻ മാത്രം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷെഡ്യൂളിൽ വെച്ചിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഒരു സ്പോട്ടിൽ എത്തിയിട്ട് നമ്മൾ ക്യാമറ ഓൺ ആക്കുന്നതായിരിക്കും. കാരണം ഇനിയും ഭയങ്കര ടാസ്ക്കാണ്. നമ്മൾ ക്യാമറയുടെ ബഹളമാണ്. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ വെച്ച് നോക്കി വ്ളോഗും എടുത്ത് പോയി കഴിയുമ്പോൾ മിക്കവാറും എൻ്റെ അടുത്ത വ്ളോഗ് വരുന്നത് 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും. 6 മാസം കഴിഞ്ഞ് ഇവിടെ ജയിലിൽ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴത്തേക്ക് നിങ്ങളെ കാണാം. അപ്പോൾ ശരി. കുമ്പടി കഴിച്ച് ഒരുത്തിന് നടന്നു പോകണു. അവനെ പോലെ ഒരുത്തിന് ഇരിക്കുന്നു. കറക്റ്റ് സമയത്ത് അവനെ കാണിക്കുന്നപ്പോഴത്തേക്ക് അവൻ തിരിഞ്ഞു കാണിച്ചത്.
ഐഡന്റിക്കൽ താട്ടി വരുന്നേ നോക്ക്. അതെ അതൊക്കെ പോട്ടെ, നമ്മുടെ ലൈറ്റ് ഉണ്ടാക്ക്. ഗൈസ് ഇത് നമ്മുടെ വിജയം, സാധനം കിട്ടി. ഓ ഗൈസ്, അപ്പൊ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുകയാണ്. കാണിച്ചു കൊടുക്കുക, അതാണ് നമ്മൾ ഷോപ്പിങ്ങിന് വന്നേക്കുന്ന സ്ഥലം. ഈ മിന്നാമരി കത്തിറങ്ങുന്നുണ്ടോ. നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ഒരുപാട് മേടിക്കാറുണ്ട്, പക്ഷെ 100 രൂപയ്ക്കകത്ത് നിൽക്കാൻ വേണം. സോറി, 100 റിയാലിനകത്ത് നിൽക്കുക. ഇതാണ് ഹൈപ്പർ അൽ വഫ. നല്ല തിരക്കുണ്ടല്ലോ ഇന്ന്. വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, നാട്ടിലെ ഞായറാഴ്ചയാണ് ഇവിടുത്തെ വെള്ളിയാഴ്ച. ഗൈസ് നോക്ക് ഗൈസ്, ദിസ് ഈസ് പാകിസ്ഥാനീസ്, ബംഗ്ലാദേശീസ്, ഇന്ത്യൻ. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ പാകിസ്ഥാനി ഇല്ല, ബംഗ്ലാദേശി ഇല്ല, ഒന്നുമില്ല. എല്ലാവരും പണിയെടുക്കാൻ കാശ് ഉണ്ടാക്കാൻ വരുന്നത്. നമ്മൾ പണിയെടുക്കുന്നില്ല, കാശ് ഉണ്ടാക്കുന്നില്ല. അവർ പണിയെടുക്കുന്നത്, കാശ് ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നോക്ക് ഇനി ഇവരെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് തളയ്ക്കണം ഇതിനകത്ത്. എന്നിട്ട് നമ്മൾ 100 രൂപ ചലഞ്ച്, 100 റിയാൽ ചലഞ്ചിലേക്ക് നമ്മൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഓക്കെ, നിർത്തിക്കോടാ. കാണിച്ചു കൊടുക്കണം. ലാൽ ബാങ്ക് ഡൺകിന് എവിടെ കൊണ്ട് വണ്ടി ഇടുന്നേ? നെഞ്ചത്തോട്ട് കയറ്റിറാ, വണ്ടി ഇടാൻ സ്ഥലമില്ലല്ലോ. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 100 റിയാലിൻ്റെ പരിപാടിയായിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ബ്രദർ ഇറങ്ങിയിട്ടുണ്ട്, അടുത്തവൻ ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വാടാ. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ഉലാത്തുകയാണ് ഗൈസ് ഹൈപ്പറിലോട്ട്. പക്ഷേ ഇതും കൊണ്ട് ചിലപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഇടി കിട്ടുമായിരിക്കും അല്ലേ? വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കുമോ? എന്നാൽ നീ ഫ്രണ്ടാണെന്നോ? ചിലപ്പോൾ ഇടി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഗൈസ്, നമുക്ക് ഈ വണ്ടി ഓടിച്ചിട്ടുള്ള ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ വന്നാലും നമ്മൾ ടയറൊക്കെ ഓക്കെ അല്ലേ? അയ്യോ പിടിച്ചാലേ അകത്തോട്ട് കയറുവാണ് ഗൈസ്. എന്തോ ആണോ മുടിഞ്ഞ തിരക്ക് കേട്ടാ. അപ്പം ഇവരെ നമ്മൾ വണ്ടി ഏൽപ്പിച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വന്നു കഴിയുമ്പം ഞാൻ ഇതൊന്നും പോകത്തൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു മെയിൻ സ്ഥലമുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ഞാൻ പോരാ. ഇവിടെ ഞാൻ പോരാ. ഇതാണ് നമ്മുടെ മെയിൻ സ്പോട്ട്. ഇവിടെ വന്ന് ഡെയിലി അല്ല വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒന്ന് കയറി നോക്കുന്ന ഒരു രസമാണ്. ഹെലികോപ്റ്റർ, ഫ്ലൈറ്റ്, നല്ല ഐറ്റമേ. ലോറി, JCB ഇല്ലേ? യെസ്, എന്താ ഐറ്റം. എത്ര മേടിക്കണം. നോക്ക്, വണ്ടി നോക്ക്. ഫെറാറി, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ലംബോർഗിനി സീൻ സാധനം. ഇത് വിരലിൽ ഇങ്ങനെ സാധനമായിട്ട് ഓടിക്കത്തില്ലേ, ആ ഐറ്റം. അത് ഇതൊക്കെ ഒന്നും F1. മെയിൻ സാധനം വേണ്ട JCB. ഇവിടെ കളക്ഷൻസ് ഭയങ്കര കുറവാണ് ഗൈസ്. ഇതൊന്നും കളക്ഷൻസ് അല്ല. ഹെലികോപ്റ്റർ മേളി, ഇതൊന്നും കളക്ഷൻസ് ഒന്നും ഇല്ല ഇവിടെ. ഇത് കൊള്ളാം. ഒരെണ്ണം മേടിച്ചാലോ? എത്ര റിയാലാ? പൈസ ഇല്ലേ? ഇതുണ്ട് എല്ലായിടത്തും. ഇത് സ്മോൾ സെക്ഷൻ, പക്ഷെ ഒന്നുമില്ല. നല്ല കളക്ഷൻസ് കുറവാണ്. ഇതുകൊണ്ട് വാട്ടർ ഗണ്ണ്, അങ്ങനത്തെ ഐറ്റങ്ങളും. ഇതേ നമ്മുടെ ടോക്കിനോമിൻ്റെ ടാബ്, ലോറി നോക്കണം, വേറെ നോക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇനി അവരോട് തന്നെ പോവാം. എന്താ എടുക്കുന്ന നോക്കണം. നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അബ്ബാസിനെടുത്തോ? ഒരു വണ്ടി ഇവിടെ കൊണ്ട് നോക്കണം. നാട്ടിലാണെങ്കിൽ ആരെങ്കിലും ബൈക്കിൽ കയറി, ഇവിടെയാണെങ്കിൽ ഒന്നുകൊണ്ട് പോലും വെറുതെ പോകില്ല. ഇതൊക്കെ ഇറങ്ങിയിരിക്കുക. പഞ്ചസാര നമ്മുടെ നാട്ടിലാണെങ്കിൽ കിലോയ്ക്ക് മേടിക്കായിരുന്നു. ഇതൊരു സുഖമല്ലേ കവറ്? പഞ്ചസാര ഉപ്പും കൂടെ ഒരുമിച്ച് വെച്ചാൽ മാറിപ്പോയില്ലോ വണ്ടി. ഇതിനകത്ത് ഉപ്പുണ്ടോ ഇവിടെ? ഇല്ല, ഷുഗർ മാത്രമല്ല. ബ്രൗൺ ഷുഗർ വേണോ? ഇന്ന് പാർക്കല്ല് പോലെ ഇരിക്കുന്നു, ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്നു. നമ്മുടെ ഇറച്ചിയൊക്കെ ഇരിക്കുന്നുണ്ടോ? നമുക്ക് ഒത്തിരി ഇട്ട് നമുക്കിവിടെ ഫോൺ കളിക്കാൻ പറ്റത്തില്ല. ചില ആൾക്കാർക്ക് ഇത് വീഡിയോ എടുക്കാൻ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ഇപ്പോൾ എടുത്ത പൊടി ഇതാണ് 4 ഇഞ്ച്. എല്ലാത്തിൻ്റെ കണക്ക് നോക്കണം, കാരണം കൂട്ടി വേണമല്ലോ സാധനം എടുക്കാൻ. ടോണി, ഇതിൻ്റെ കണക്ക് കൂട്ടി, അത് 5, ഇതിനെല്ലാം പൈസ കൂട്ടിക്കോ. 100 റിയാലിന് മേളിൽ പോകാൻ പറ്റില്ല. ഇവിടെ തറ ഉടക്കേണ്ടി വരും. ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടിയാണ് പച്ചക്കറി സെലക്ഷൻ. ഒരമ്മ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അത് പാലയ്ക്ക് ഏതാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 5:30 പാലയ്ക്ക് ബസ്സുണ്ടെന്ന് പറഞ്ഞ ടീംസൊക്കെ ഏത്. നമുക്ക് ചീരയും തുടങ്ങാം. ചീര എടുത്ത് 5 എടുത്തിടും. വേണ്ട, വെള്ളക്കാരെടുത്തിടും. ഹനുമാന്റെ ഗത, ഹനുമാന്റെ സെൻസർ ബോർഡ് കൊടുക്കേണ്ട ഒരു വീഡിയോ ആദ്യം.
നമ്മുടെ നാട്ടിൽ വവ്വാലി ഞപ്പിക്കൊണ്ട് പോകുന്ന കപ്പളങ്ങയ്ക്ക് 3 റിയാൽ ഇവിടെ 1 കിലോയ്ക്ക്. അതായത് നാട്ടിൽ 23 രൂപ. അത് നല്ല സ്റ്റാൻഡേർഡ് കോലത്തിൽ. ബഡ്ജറ്റ് അവ തരണം. അത് ഈ പച്ചക്കറി അല്ലേ മാറ്റിക്കോ. പച്ചക്കറി വരെ 52 രൂപ നിർത്തിയതാ. അപ്പോൾ നമ്മൾ ഉറപ്പിച്ചേക്കുന്നു. ഈ കണക്ക് കൂട്ടി നോക്കാം. അമ്മാരെ ഓഫ് ഓഫ് ആവുന്നില്ലടാ. പോയേക്കാം, സ്ഥലം വിട്ടേക്കാം. അത് ഇതിലോട്ട് ഓഫ് ആവുന്നില്ല കേട്ടോ. നമ്മളല്ല കേട്ടോ. 6 സെക്കൻഡ് എൻ്റെ മോനെ. ഞാൻ ഇത് ഓടിക്കാം. 109 റിയാല്, 169 റിയാല്. ഓ അപ്പോൾ ഇന്നത്തെ നമ്മളെ പർച്ചേസിങ് കഴിഞ്ഞ് 100 റിയാലായിട്ട് പർച്ചേസ് ചെയ്യാൻ പോയിട്ട് 115 റിയാലിൻ്റെ സാധനവും മേടിച്ച് ഇത് പുറകെ വരുന്നത്. അപ്പം നമ്മുടെ ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നമുക്ക് ഇനി ഇടാം കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മുടെ ഡെയിലി വ്ളോഗായിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഓ ഇതാ നമ്മുടെ വണ്ടി കേട്ടോ. ആണോ? അയ്യോ വെള്ളം എടുക്കണം. സൗദി അറേബ്യ ജീവിക്കുന്നവരുടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ കിണറ്റിലെ വെള്ളം നമ്മൾ കുടിച്ച് ജീവിച്ചാൽ മതി. ഇവിടെ ഇങ്ങനത്തെ ബോട്ടിലിനകത്ത് വെള്ളം മേടിച്ച് കുടിക്കണം. എടുത്തുകൊണ്ട് വെച്ചോ. അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടിയും ആകപ്പാടെ മിച്ചം കിട്ടിയത് മഹാറാണി ജ്യൂസ്. 4 റിയാലും മഹാറാണി ജ്യൂസും കിട്ടി. അടുത്ത് അതെ ഒന്നും ചെയ്യാതെ 4 റിയാലുണ്ട്. 4 റിയാലും കണ്ടാ തൈര് കുബൂസ് മേടിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെല്ലുക, കുളിക്കുക, നേരെ കിടന്ന് ഉറങ്ങുക. അപ്പോൾ വീഡിയോസിന് പോകാം. ശരി. അപ്പം അടുത്തൊരു നല്ല വീഡിയോ കാണുന്നത് വരെ ബൈ. ഒന്നുമില്ല.